തിരുവനന്തപുരത്ത് ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രധാനപ്പെട്ട 5 പ്രതികളെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയന്റെ വാടക വീട്ടിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നു. വളരെ നാടകീയമായ രംഗങ്ങളാണ് ഈ തെളിവെടുപ്പ് സമയത്ത് ഉണ്ടായത്. ഏതാണ്ട് 5-10 മിനിറ്റ് മാത്രമേ തെളിവെടുപ്പ് നീണ്ടുനിന്നുള്ളൂ. അവിടെ പ്രതികളെ കൊണ്ടുവരികയും വണ്ടിയിൽ നിന്ന് ഇറക്കി കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ, SIT ഉദ്യോഗസ്ഥർ ചോദിച്ചറിയുകയും ചെയ്തു. അതിനുശേഷം അവരെ അവിടെയും ഇവിടെയും ഒക്കെ കൊണ്ടുചെന്ന് ഓരോന്ന് ചൂണ്ടിക്കാട്ടിക്കൊടുത്തു. അതിനുശേഷം അവരെ വണ്ടിയിൽ കയറ്റി മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന സ്ഥലമാണ് ബേക്കറി ജംഗ്ഷൻ. അവിടെയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. തുടർന്ന് അവരെ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ വളരെ നാടകീയ രംഗങ്ങൾക്ക് ബേക്കറി ജംഗ്ഷൻ തെളിവെടുപ്പ് സാക്ഷ്യം വഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തെളിവെടുപ്പ് സമയത്തോ ഒന്നും തന്നെ ഒറ്റ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളാരും ആ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ആയുധങ്ങളുമായി മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുകയും കല്ലുകൊണ്ട് ഇടിക്കുകയും വണ്ടി തകർക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിന് ആഹ്വാനം നൽകിയിരുന്നത് നേതാക്കളാണ്. വി. ജോയ് അടക്കമുള്ള ജില്ലാ സെക്രട്ടറി അടക്കമുള്ള MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളാണ് ഇതിനൊക്കെ ആഹ്വാനം നൽകിയത് എന്നും SIT സംശയിക്കുന്നു. മാത്രമല്ല, ഇവരുടെ ഈ പ്രതികളുടെയൊക്കെ തന്നെ ഫോൺ രേഖകൾ പ്രത്യേക ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അതിൽ നിന്ന് കിട്ടും. കൃത്യമായി ഇവർക്കൊക്കെ സന്ദേശങ്ങൾ വാട്സാപ്പുമായി ബന്ധപ്പെട്ട് വാട്സാപ്പിലും ടെലിഗ്രാമിലും അടക്കം സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, കോൾ രേഖകൾ പരിശോധിക്കും. ഇവർക്ക് ആര് ഏത് സമയത്ത് വിളിച്ചു, ഇവരെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിക്കും എന്ന് SIT ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു. അത് കൂടുതൽ ഗുരുതരമായ കാര്യങ്ങൾ ആണ്. കാരണം നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ സമാനമായ വകുപ്പുകൾ ചേർത്ത്, അതായത് ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കൽ, BNS-ലെ പ്രത്യേക വകുപ്പുകൾ ഒക്കെ ചേർത്ത് ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ, വധശ്രമം ഒക്കെ ചേർത്ത് അവർക്കെതിരെയും കേസെടുക്കും എന്നാണ് ഇപ്പോൾ SIT പറയുന്നത്. അതിൽ ഏത് നേതാക്കന്മാരായാലും എത്ര ഉയർന്ന പദവിയിലുള്ള ആളായാലും തീർച്ചയായിട്ടും അവർക്കെതിരെ സമാനമായ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇവിടെ എത്തിച്ച പ്രതികൾ കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കുറ്റബോധത്തിന്റെ അംശം മുഖത്ത് കാണാൻ സാധിച്ചിരുന്നു. ചിലരൊക്കെ മുഖം പൊത്തി കരയുന്നുണ്ടായിരുന്നു, ചിലരൊക്കെ വിതുമ്പുന്നുണ്ടായിരുന്നു. കാരണം മനസ്സിലായി ശരിക്കും പെട്ടു എന്ന്. അണികളായി നിന്നവർ ശരിക്കും പെട്ടു. പക്ഷേ നേതാക്കളൊക്കെ ശീതീകരിച്ച മുറികളിൽ ഇരുന്ന് ബദാം പാല് കുടിക്കുകയായിരിക്കും എന്നൊക്കെ സമൂഹ മാധ്യമത്തിൽ ട്രോളുകളും കമന്റുകളും ഒക്കെ കാണാനും സാധിച്ചു. അണികളെയൊക്കെ തന്നെ കുരുതി കൊടുത്തിട്ട് നേതാക്കന്മാർ സുഖമായിരുന്ന് ഇപ്പോൾ നിയമസഭയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വെളിയിൽ ഇറങ്ങി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, കാറിൽ കയറി പോകുന്നു, സുഖമായി ഇരിക്കുന്നു. ഈ ആഹ്വാനം ചെയ്ത നേതാക്കളൊക്കെ തന്നെ പുറത്താണ്, ആരും അകത്തില്ല. പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി മാത്രമാണ്. പിന്നീട് IP ബിനു എന്ന പഴയൊരു കൗൺസിലർ കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം സാധാരണക്കാരായ ചെറുപ്പക്കാരായ പ്രവർത്തകരാണ്. അവർക്കൊക്കെ തന്നെ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ടാണ് അവരൊക്കെ തെളിവെടുപ്പിനായി എത്തിയത്. മാത്രമല്ല, വലിയ നാണക്കേടുമാണ് ഇത്. ഇങ്ങനെ നൂറുകണക്കിന് ജനങ്ങൾ നോക്കി നിൽക്കെ കുറ്റവാളികളെ പോലെ കയ്യാമം വെച്ചുകൊണ്ട് തെളിവെടുപ്പിനായിട്ട് പോലീസ് കൊണ്ടുവരുന്നു, ഓരോന്ന് ചോദിക്കുന്നു. ഇതൊക്കെ ഇവർക്ക് സുപരിചിതമാണോ എന്നറിയില്ല. എന്തൊക്കെയായാലും ഇത് ഒരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. പക്ഷേ അണികൾക്കെതിരെ ഇത്തരത്തിൽ നടപടിയുണ്ടായി. ഇനി അണികളെ കൂടുതൽ ചോദ്യം ചെയ്യുകയും അവരുടെ ഇലക്ട്രോണിക് ഫോൺ രേഖകളൊക്കെ പരിശോധിച്ചാൽ നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയും പിടിച്ച് അകത്തിടും എന്ന് തന്നെ SIT വൃത്തങ്ങൾ സൂചന നൽകുന്നു. യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഈ വിഷയം സംബന്ധിച്ച് ഉണ്ടാകില്ല എന്നാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പറയുന്നത്. ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഹൈക്കോടതിയിലും അതുപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലും റിപ്പോർട്ട് കൊടുക്കും എന്ന് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കിയിരുന്നു.